വാസികളുമായുള്ളവരെ യഹോവയ്ക്ക് പാടുവീൻ. ജാതികളുടെ ഇടയിൽ അവന്റെ മഹത്വവും സകല വംശങ്ങളുടെ ഇടയിൽ അവന്റെ അത്ഭുതങ്ങളും വിവരിക്കുവീൻ. ജാതികളുടെ ദേവന്മാരൊക്കെയും മിഥ്യാമൂർത്തികളത്രേ, യഹോവയോ ആകാശത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. ആമേൻ. ജാതികളുടെ കുലങ്ങളെ യഹോവയ്ക്ക് കൊടുക്കുവീൻ, മഹത്വവും ബലവും യഹോവയ്ക്ക് കൊടുക്കുവീൻ. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ യഹോവയെ നമസ്കരിപ്പീൻ. സകല ഭൂവാസികളുമായുള്ളവരെ അവന്റെ മുമ്പിൽ നടുങ്ങുവീൻ. ആകാശം സന്തോഷിക്കുകയും ഭൂമി ആനന്ദിക്കുകയും സമുദ്രവും അതിന്റെ നിറവും മുഴങ്ങുകയും ചെയ്യട്ടെ. ചേർന്ന് വായിക്കാം. യഹോവയുടെ സന്നിധിയിൽ തന്നെ അവൻ വരുന്നുവല്ലോ. അവൻ ഭൂമിയെ വിധിക്കുവാൻ വരുന്നു. അവൻ ഭൂലോകത്തെ നീതിയോടും ജാതികളെ വിശ്വസ്തയോടും കൂടെ വിധിക്കും. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. നാം സേവിക്കുന്ന ദൈവം ആരാണ് എന്നുള്ള തിരിച്ചറിവിൽ അവനെ കൊടുക്കുന്ന മഹത്വമാണ് ആരാധന. ഹല്ലേലൂയ. അവൻ ആരാണെന്ന് വ്യക്തമാക്കുന്ന ഒരു സങ്കീർത്തനമാണ്. ഞാൻ ഓരോ വാക്യങ്ങളും വായിച്ച് അത് വിവരിക്കുന്നില്ല. അവൻ സൃഷ്ടാവായ ദൈവമാണ്. അവൻ നീതിമാനായ ദൈവമാണ്. അവൻ നീതിയോടെ ന്യായം വിധിക്കുന്നവനാണ്. ഹല്ലേലൂയ. അവൻ ബലവാനായ ദൈവമാണ്. അവൻ സൃഷ്ടിക്കുന്നത് മാത്രമല്ല, അത് നിലനിർത്തുന്ന ദൈവമാണ്. ഇതെല്ലാം ഈ സങ്കീർത്തനത്തിൽ വിവരിക്കുന്നതാണ്. അതുകൊണ്ട് ഭക്തന്മാരോട് സങ്കീർത്തനക്കാരൻ ആഹ്വാനം ചെയ്യുന്നത് 9-ാം വാക്യം, വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ യഹോവയെ നമസ്കരിക്കുവീൻ, അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പീൻ. ഇന്ന് രാവിലെയും ആ തക്ക മഹത്വം കൊടുത്ത് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മെ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ മുഴുവൻ ഹൃദയവും അവന്റെ സന്നിധിയിൽ അർപ്പിച്ചുകൊണ്ട്, നമ്മുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് കർത്താവിന് നമുക്ക് ചില ഗാനങ്ങൾ പാടി മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഇടയാക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു പഴയ ഗാനമാണ് ആദ്യം പാടുന്നത്. എല്ലാവർക്കും അറിയാം. ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. നിൻ മഹാസ്നേഹമേശുവേ, എൻ മനസ്സിൽ ആഗാധമേ, എന്നിൽ നിൻ സ്നേഹകാരൻ, എന്നറിവിൻ അതീതമേ, നിൻ മഹാസ്നേഹമേശുവേ, എൻ മനസ്സിൽ ആഗാധമേ, എന്നിൽ നിൻ സ്നേഹകാരൻ, എന്നറിവിൻ അതീതമേ, താരകങ്ങൾക്കുമീതെയും താവക സ്നേഹമേ,
വർദ്ധിച്ചുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ കണ്ടതെന്തു നീ ഹല്ലേലൂയ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ, അങ്ങ് ഞങ്ങളോട് കാണിച്ച സ്നേഹമത്രയോ അഗാധമാണ്. അതിന്റെ ആഴം ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയാവുന്നതിലും അപ്പുറമാണ്. അതിന്റെ ഉയരം ഞങ്ങൾക്ക് വർണ്ണിക്കാവുന്നതിലും അപ്പുറമാണ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മരണത്തിനോ ജീവനോ ഉയരത്തിനോ ആഴത്തിനോ അങ്ങയിൽ നിന്നുള്ള സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർപിരിക്കുവാൻ കഴിയാവുന്നതല്ല എന്ന് ഞങ്ങൾ ഉറച്ചിരിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആ സ്നേഹത്തെ സ്മരിച്ചുകൊണ്ട് അവിടുത്തെ ശ്രേഷ്ഠമായ നാമത്തെ നമുക്ക് ഇന്ന് വീണ്ടും ഒരു ഗാനത്തിലൂടെ ഉയർത്താം. യേശുവിന്റെ നാമം മധുരിമ നാമം, ഇണയില്ലാ നാമം, ഇമ്പനാമം. ഹല്ലേലൂയ. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം. പാപത്തിൻ ശാപം പാപം നീക്കും, പരമസന്തോഷം ഏകിടും നാമം. പാപത്തിൻ ഭാരം ശാപം നീക്കും, പരമസന്തോഷം ഏകിടും നാമം.
നാമത്തെ മഹത്വപ്പെടുത്തുവാൻ, ആ നാമത്തിന് മുമ്പിൽ നമ്മെ തന്നെ അർപ്പിക്കാൻ, ആ നാമത്തിന്റെ ശ്രേഷ്ഠത വർണ്ണിക്കുവാൻ, ആ നാമത്തിനാൽ രക്ഷ പ്രാപിപ്പാൻ, ആ നാമത്തിനാൽ മക്കളായി തീരുവാൻ ദൈവം ഭാഗ്യം തന്നതോർന്നവനെ സ്തുതിക്കാം. ഹല്ലേലൂയ. We praise you, we praise you, we praise you. യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുതങ്ങൾ ചെയ്യുന്ന നാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സകലത്തെയും ഒറ്റ വാക്കിനാൽ സൃഷ്ടിച്ച നാമം, സകലത്തെയും നിലനിർത്തുന്ന നാമം, നമ്മെ രക്ഷിച്ച നാമം. ഒരു നാളിലെല്ലാം മുഴങ്കാലും ആ നാമത്തിന് മുമ്പിൽ നമസ്കരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര മഹാത്ഭുതമായ നാമം. അവന്റെ നാമം അതിശയം, അവന്റെ നാമം അതിശയം. He is wonderful. ഹല്ലേലൂയ. മഹാത്ഭുതമായ നാമം, പരിശുദ്ധമായ നാമം. അവിടുത്തെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുള്ളത് കൊണ്ട് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ, ഒരു പ്രാവശ്യം കൂടെ തിരുസന്നിധിയിൽ കടന്നു വന്ന് അങ്ങയുടെ സ്നേഹത്തെ ഓർക്കുവാൻ, അങ്ങയുടെ കൃപയെ ഓർക്കുവാൻ ഒരു അവസരം കൂടെ തന്നതിനായി നന്ദി കർത്താവേ. ഓ അപ്പാ, ഈ പാപിയെ സ്നേഹിപ്പാൻ, സ്നേഹത്തിന്റെ ആഴം എത്രയെന്ന് അപ്പാ ഞങ്ങൾക്ക് അറിയത്തില്ല കർത്താവേ. ആ സ്നേഹത്തിന്റെ ആഴം ഞങ്ങൾക്ക് ഗ്രഹിക്കുന്നതിനേക്കാൾ അതീതമാകയാൽ കർത്താവേ, ആ സ്നേഹത്താൽ ഞങ്ങളെ വീണ്ടെടുത്തതിനായി നന്ദി കർത്താവേ. അവസാനത്തുള്ള രക്തവും ഞങ്ങൾക്ക് ആശന്തി ഞങ്ങളെ വീണ്ടെടുത്ത ദൈവ സ്നേഹത്തിന്റെ ആഴത്തിന് നന്ദി കർത്താവേ. ആ മഹാത്ഭുത നാമത്തിന് സ്തുതിയും ആരാധനയും പുകഴ്ചയും അർപ്പിപ്പാൻ അങ്ങയുടെ നാമം എത്ര മധുരമെന്ന് കർത്താവേ ഒരു പ്രാവശ്യം കൂടെ പാടി സ്തുതിപ്പാൻ അപ്പൊ ആ ഒരു അവസരം കൂടെ തന്നതിനായി നന്ദി കർത്താവേ. ഇത്രത്തോളം അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചല്ലോ. തുറന്നു അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങളെ മറച്ചാട്ട്, അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചാട്ട്, അനുഗ്രഹങ്ങളോട് അയച്ചാട്ട് അങ്ങയുടെ നാമം മഹത്വം എടുത്താട്ടെ. ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കുന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ. Praise the Lord. Hallelujah. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സൂമിലും ആലയത്തിലുമായി വാത്സല്യ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ തന്നെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ കർത്താവിനെ ഒന്നിച്ച് ആരാധിപ്പാൻ ദൈവം നമുക്ക് സാവകാശമൊരുക്കിയത് ഓർത്ത് കർത്താവിന് സ്തോത്രം. അവൻ നല്ലവനാണ്, അവൻ്റെ സ്നേഹം എത്രയോ വലുതാണ്. ദൈവസ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ച് പാടുവാൻ, സ്തുതിക്കുവാൻ, അത് ഒന്നുകൂടി ഓർക്കുവാൻ, നമ്മെ രക്ഷിച്ച വിധങ്ങളെ ഒന്നുകൂടെ ധ്യാനിക്കുവാൻ ദൈവം തന്ന സാവകാശം അത് എത്രയോ വലുതാ. ദൈവത്തിന് സ്തോത്രം. ദൈവമായ കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ബിഫോർ ഐ ഗോ ഫർദർ, I invite our little ones to come forward. I stand amazed in the presence of Jesus and Psalm 16:11. You make known to me the path of life. In your presence there is a fullness of joy. At your right hand are pleasures forevermore. Psalm 16, verse 11. You make known to me
the path of life. In your presence there is fullness of joy. In your right hand are pleasures forevermore. For our citizenship is in heaven, from which we also eagerly wait for the Savior, the Lord Jesus Christ. Philippians 3:20. To the Jews who had believed him, Jesus said, "If you take hold of my teaching, then you really are my disciple, and then you will know the truth, and the truth will set you free." John 8, verse 31 and 32. Isaiah 11, verse 1 and 2. A shoot will come up from the stump of Jesse, and from his roots a branch will bear fruit. The Spirit of the Lord will rest on him, the Spirit of wisdom and of understanding, the Spirit of counsel and of might, the Spirit of the knowledge and fear of the Lord. Isaiah 11, verses 1 and 2. A shoot will come up from the stump of Jesse. From his roots a branch will bear fruit, and the Spirit of the Lord will be on him. The Spirit of wisdom and of understanding, the Spirit of counsel and of might, the Spirit of the knowledge and fear of the Lord. Therefore Jesus also, that he might sanctify the people through his own blood, suffered outside the gate. Short. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കാലം സംസാരിച്ച ശുശ്രൂഷിച്ച വചനങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് കരുതുന്നു. അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ഇന്ന് ഞാൻ എടുക്കുന്നില്ല. കാരണം സ്ഥിതി മാറ്റുന്ന ദൈവം, അത് മാറണം. ഒരു മാസക്കാലം ആലയത്തിൽ കടന്നു വന്ന് ചിലർക്കെങ്കിലും പ്രാർത്ഥിപ്പാൻ ദൈവസാവകാശം ഒരുക്കി. ഒരു വലിയ പ്രതീക്ഷ നമുക്കുണ്ട്. വി നീഡ് ടു ഹാവ് എ ഗ്രേറ്റ് എക്സ്പെക്റ്റേഷൻ. അത് നമുക്ക് ആവശ്യം. നമ്മുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ദൈവം പ്രവർത്തിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യർക്ക് ദൈവം നമുക്ക് അതിര് വെച്ചിട്ടില്ല, നാം തന്നെയാണ് പലപ്പോഴും അതിര് വെക്കുന്നത്. അതുകൊണ്ട് അതൊന്ന് മാറ്റി എത്രയോ പറക്കാമോ അത്രയും ഉയരത്തിൽ പറക്കാം. കഴുകന്മാരെ പോലെ ചിറകടിച്ച് നമ്മുടെ ആത്മീയം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ദൈവം കൂടെ നിൽക്കും. ആ വിഷയങ്ങൾ പലപ്പോഴായിട്ട് പല ദേവദാസന്മാരിൽ കൂടെ തൊട്ട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് ബാക്കി ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും തുടർമാനമായി ഏതെങ്കിലും മെസ്സേജിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഞാൻ സംസാരിച്ചു കൊള്ളാം. അതിൻ്റെ ഞാൻ കർത്താവ് തന്ന ആ മെസ്സേജിൻ്റെ പകുതി പോലും ആയിട്ടില്ല. അതുകൊണ്ടാണ് ഇന്നും എടുത്താൽ തീരത്തില്ല, അതുകൊണ്ടാണ് എടുക്കാത്തത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്ന ഒരു മെസ്സേജ്, ചെറിയൊരു മെസ്സേജാണ്, എല്ലാവർക്കും പരിചയമുള്ള മെസ്സേജാണ്. എന്നാൽ ഇന്ന് രാവിലത്തെ പാട്ട്, ആദ്യത്തെ പാട്ടിൽ ദൈവാത്മാവിൻ്റെ ഒരു വലിയ ഐക്യതയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് വേദഭാഗം വായിക്കാം. പ്രോവേർബ്സ്. അവിടെ ആരുമില്ലയോ? പ്രോവേർബ്സ്. ജോണിയാണോ? ആരാ? ചാപ്റ്റർ 17, വേർഡ് 17. യെസ്, താങ്ക് യു. A friend loves at all times, and a brother is born for adversity. സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കും, അനർത്ഥകാലത്ത് അവൻ സഹോദരനായി തീർന്നു. Let us go for one more word. 18:24. ഇപ്പോൾ സ്നേഹിതന്മാരുള്ളവർക്ക് നാശം വരുമെന്നുള്ളത് മലയാളത്തിൽ അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും ഈ ആംപ്ലിഫൈഡ് വെർഷനിൽ ഇച്ചിരി നന്നായിട്ട് കാണുന്നുകൊണ്ട് എഴുതുന്നുള്ളൂ. എനിക്ക് ആംപ്ലിഫൈഡ് അല്ല കൂടുതൽ ഇഷ്ടം. എന്നാലും ദ മാൻ ഓഫ് ടു മെനി ഫ്രണ്ട്സ്, ആ ബ്രാക്കറ്റ് നോക്കി, ചോസൻ ഇൻഡിസ്ക്രിമിനേറ്റ്ലി എന്ന് പറഞ്ഞാൽ വകതിരിവില്ലാതെ.
തരാതരം നോക്കാൻ കൂട്ടുന്ന സ്നേഹിതന്മാരുടെ കാര്യമാണ് പറഞ്ഞത്. Chosen indiscriminately will be broken in pieces and come to ruin. But there is a true and loving friend who is reliable and sticks closer than a brother. സഹോദരനേക്കാളും പറ്റുള്ള സ്നേഹിതനുമുണ്ട്. സോ ദ ടോപ്പിക് വളരെ പരിചയമുള്ള ടോപ്പിക് അല്ലേ? A friend who sticks closer than a brother. സഹോദരനേക്കാളും പറ്റുള്ള സ്നേഹിതനുണ്ട്. കർത്താവേ, അങ്ങയുടെ വചനത്തിനായി ഹൃദയമായിടപെടണമേ. യേശുവിൻ നാമത്തിൽ വാഴ്ത്തുന്നേ വാഴ്ത്തുന്നേ, ജീവൻ നൽകി വീണ്ടെടുത്ത ഓ വാഴ്ത്തുന്നേ വാഴ്ത്തുന്നേ, ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ. ഓ നിൻ സ്നേഹം മാധുര്യം അതുവന്നീയം പാപമരണമേറ്റന്നിൽ പുതുജീവൻ നൽകിയോ. നിൻ സ്നേഹം മാധുര്യം അതുവന്നീയം പാപമരണമേറ്റന്നിൽ പുതുജീവൻ നൽകിയോ. വൻകൃപയ്ക്കായി ഞാനങ്ങേ വാഴ്ത്തുന്നേ, വൻകൃപയ്ക്കായി ഞാനങ്ങേ വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ വാഴ്ത്തുന്നേ, ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ. ഓ വാഴ്ത്തുന്നേ വാഴ്ത്തുന്നേ, ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ. ഹിന്ദിയിൽ ആ പാട്ട് ഇങ്ങനെയാ, ജയ ജയക്കാർ ജയ ജയ ഉസ്നെ മേരെ ലിയെ ക്യാ ക്യാ നഹി കിയ. അവൻ എനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ ബാക്കിയുണ്ട്, ജീവനെ തന്ന് രക്ഷിച്ചു. മക്കളെ ഇതങ്ങ് മാറ്റിയത്. ഹല്ലേലൂയ. A friend who sticks closer than a brother. സഹോദരനേക്കാളും പറ്റുള്ള സ്നേഹിതനുണ്ട്. ഈ സ്നേഹിതന്മാർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, മറ്റു പലരോടും ഈവൻ പാരൻസിനോട് പോലും പറയാത്തത് ഷെയർ ചെയ്യുന്ന സ്നേഹിതന്മാർ. പക്ഷെ ഷെയർ ചെയ്യേണ്ടവരോടെ ഷെയർ ചെയ്യാവുന്ന മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ 18-24 വായിച്ചത്, എല്ലാവരെയും സ്നേഹിതരാക്കരുത്. സ്തോത്രം. അപ്പം എനിക്ക് ആ വാക്ക് ഇഷ്ടപ്പെട്ടുണ്ടാ. പിന്നെ അതിന് ഇംഗ്ലീഷിലെ ഡിക്ഷണറി കണ്ടത് അങ്ങനെ, വകതിരിവില്ലാത്തവർ. അത് നല്ല വേളാകട്ടെ, വെളിവില്ലാത്തവർ. ഇനി വകതിരിവില്ലാത്ത സ്നേഹിതന്മാർ, അവരെ ചേർക്കരുത്. അതിനാണ് ആത്മീയൻ സകലത്തെയും വിവേചിക്കുന്നു എന്ന് പറയും. സ്തോത്രം. അപ്പൊ പലതരം സ്നേഹിതന്മാരുണ്ട്. ഒരു വിഷയം വന്നാൽ ഞാൻ പറയട്ടെ, എത്ര വലിയ ധൈര്യശാലിയും വിശ്വാസവീരനായാലും ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുന്ന ഒരു ആശ്വാസമാണ്. ഒരു പക്ഷേ ആ പറയുന്ന ആളെ ഓർത്ത് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചില്ല, അത് അവരുടെ കാര്യം. പക്ഷേ ഒന്ന് ഷെയർ ചെയ്യുമ്പോൾ ഒറ്റ ഒരു ആശ്വാസം കിട്ടും. എന്താ കാര്യം? മനുഷ്യനായതുകൊണ്ടാണ്. എന്നാൽ നമ്മുടെ വിഷയമെല്ലാം തുറന്നു പറയാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഒരുവൻ മാത്രമേ ഉള്ളൂ. അവനാണ് ജീവൻ തന്ന് വീണ്ടെടുത്ത സ്നേഹിതൻ.
ലോകത്തിൽ ഒത്തിരി സ്നേഹിതന്മാരുണ്ട് കേട്ടോ, ഒത്തിരി പേരുണ്ട്. ഇത് ആത്മീയ ലോകമാകണമെന്നൊന്നുമില്ല. എന്തും ചെയ്യാൻ താല്പര്യമുള്ള ഫ്രണ്ട് സർക്കിള് ലോകത്തിലുമുണ്ട്. ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ, കോളേജിൽ പഠിക്കുമ്പോൾ, ജോലിയിലൊക്കെയും വളരെ ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്നുണ്ട്. പക്ഷെ ആ സാഹചര്യം കഴിയുമ്പോൾ അത് കഴിഞ്ഞു. തെറ്റല്ല, അത്രേ പറ്റത്തുള്ളൂ. ദാറ്റ്സ് ഓൾ ഇറ്റ് ഈസ്. ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോട്ടെ. 19-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്, 19:4 മതി. സമ്പത്ത് സ്നേഹിതന്മാരെ വർദ്ധിപ്പിക്കുന്നു. 4 പുത്തൻ കയ്യിലുള്ളവനെ കൂടും. അവനെ പിന്നെ സാറേന്നും അച്ചായെന്ന് വിളിക്കത്തുള്ളൂ. പക്ഷേ ഇതൊന്നുമില്ലാത്തവനെ പുള്ളിക്കാരൻ. മനസ്സിലായോ? ഇത് ലോക സഹജമാ. ഒരു പയ്യന് ഒത്തിരി സ്നേഹിതന്മാരെ കിട്ടി. അറിയാമോ ഏതാ പയ്യനെന്ന്? ഇളയ പയ്യൻ. താങ്ക് യു. ഇളയ പയ്യന് അവൻ വീട്ടിലുള്ളവനായിരുന്നു. ഞാൻ പതുക്കെ പോകുന്നത് മലയാളം കൂടെ മനസ്സിലാക്കത്തക്കമുള്ള കുഞ്ഞുങ്ങളും ഉള്ളതുകൊണ്ടാണ്. അവൻ വീട്ടിലുള്ളവനാ, അല്ലയോ? അപ്പന് സ്നേഹം അറിഞ്ഞവനാ. അപ്പനോട് വഴക്കിട്ട് മേടിച്ചുകൊണ്ട് പോയതൊന്നും ബൈബിളിലില്ല. അവകാശം ചോദിക്കാൻ അത് അവകാശമുണ്ട്. ജീവനുള്ള പ്രത്യാശയ്ക്കായി നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു, ജീവനുള്ള അവകാശത്തിനായിരുന്നു ഇതിലുണ്ട്. നമുക്ക് ചില അവകാശങ്ങൾ നമ്മുടെ പിതാവിൻ്റെ ഭവനത്തിൽ ഉണ്ട്, പിന്നെയുമുണ്ട്. സ്തോത്രം. ആസ്ക് ഇറ്റ് ഷാൽ ബി ഗിവൺ. ചോദിച്ചാൽ തരാമെന്ന് വചനമില്ലേ? സ്തോത്രമൊക്കെ പറയണേ. ആവശ്യക്കാരന് വേണ്ടുവോളം കൊടുക്കാൻ. എസ്തേറിന്റെ പുസ്തകത്താൻ തോന്നുന്നു, രാജാവ് ഒരു വിരുന്ന്. രാജാവ് ഒരു കാര്യം പറഞ്ഞു, ആരെയും നിർബന്ധിക്കരുത്. പക്ഷെ ഒരു കാര്യം, പാനം ചട്ടം പോലെ ആയിരിക്കണം. ആരെയും നിർബന്ധിക്കുന്നത് വേണ്ടിയവന് വേണ്ടും പോലെ കൊടുക്കണം. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞത്. രാജാവിന്റെ കൊട്ടാരത്തിൽ ലിമിറ്റില്ല. നാം ലിമിറ്റ് വെക്കാതിരുന്നാൽ മതി, വേണ്ടുവോളം തരുവാൻ. ഇന്ന് പകൽക്കാലം അവന്റെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ അവൻ മുഖാന്തരം ഒരുക്കിയില്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ജീവൻ എന്തുവാ? ജീവൻ തന്നു, നിത്യജീവനെ തന്നവൻ. ജീവനും ഭക്തിയും. നിത്യജീവനെ തന്ന ജീവൻ. 2, ഭക്തി എന്തുവാ? നിന്റെ ജീവിതത്തിന്റെ ഭക്തി നീ വളരേണ്ടതിന് ദൈവസഭയാം കുടുംബത്തിൽ നിനക്ക് ജന്മം തന്നു. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് ഭക്തിയിൽ ജീവിപ്പാനൊരു സാഹചര്യം ലഭിച്ചില്ല എന്ന് പറയാതിരിക്കേണ്ടതിന്, എനിക്ക് ആത്മീയമായി വളരുവാൻ ഒരു സഭ ഇല്ലായിരുന്നു എന്ന് പറയാതിരിക്കേണ്ടതിന്, എന്നെ വഴിയിൽ നടത്തുവാൻ പരിശുദ്ധാത്മാവ് കൂടെ ഇല്ലായിരുന്നു എന്ന് പറയാതിരിക്കേണ്ടതിന്, ആത്മാവിന്റെ നിറവിലും നിയോഗത്തിലും ദൈവദാസന്മാർ കൂടെ ലഭിക്കുന്ന വചനം വഴിയിൽ പട്ടുപോകാതിരിപ്പാൻ നല്ലതാ. സ്തോത്രം. പക്ഷെ അവൻ ചെയ്തത് അപ്പന്റെ ഭവനത്തെക്കാൾ ലോകത്തിലേക്ക് പോകാൻ തുടങ്ങി. അപ്പന്റെ വീട്ടിൽ സ്നേഹമില്ലാഞ്ഞിട്ടല്ല, മോന്റെ ആവശ്യമുണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് അപ്പൻ കൊടുത്തു. ചേട്ടനും കൊടുത്തു, അനിയനും കൊടുത്തു. വെളിയിൽ പോയപ്പോൾ സമ്പത്ത് ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ എന്താ വായിച്ചു? സമ്പത്ത് സ്നേഹിതന്മാരെ വർദ്ധിപ്പിക്കുന്നു. ഞാൻ പലപ്പോഴും പറയുന്നൊരു ഫ്രെയിമാ, എല്ലാം ഉള്ളപ്പോൾ എല്ലാവരുമുണ്ട്, ഒന്നുമില്ലാത്തപ്പോൾ ആരുമില്ല. ഫ്രെയിം അല്ല, ഫ്രൈസ് അല്ലയോ? അറിയാതെ വന്നപ്പോൾ എല്ലാം ഉള്ളപ്പോൾ എന്തുണ്ട്?
നമുക്ക് ആരോഗ്യവും പൈസയും പണവും പ്രതാപവും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ 10 പേര് കൂടുവന്നേ. ഹല്ലേലൂയ. വിളി ഒന്നുമില്ലെങ്കിലും പൈസ ഉണ്ടോ സഭ തുടങ്ങിക്കോ, ആള് വരും. എല്ലായിടത്തും കൂടും പബ്ലിക്ക്. സ്തോത്രം. എന്നാൽ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നത് പണം നോക്കിയല്ല. ഇന്നത്തെ ക്രിസ്ത്യ ലോകത്തിലും പേരും പെരുമയും ഉള്ളവർക്കേ സ്ഥാനമുള്ളൂ കേട്ടോ. വലിയ വലിയ ആൾക്കാർ മുമ്പോട്ട് വരുമ്പോൾ അവരെ വിളിച്ച് സ്റ്റേജ് കൊടുക്കുന്ന അവർക്ക് ഈ കൊടുക്കുന്ന പുള്ളിക്ക് അവിടെ സ്റ്റേജ് വേണ്ടിയിട്ടാ. ദൈവം മാനിച്ചവനെ ലോകം മാനിക്കാതിരിക്കയില്ല. മനുഷ്യൻ മാനിക്കുന്നവനെ ആ കൈ കൊണ്ട് തന്നെ മനുഷ്യൻ താഴെ ഇടും. ഇതാ ലോകം. കൊച്ചു പയ്യന്റെ കയ്യിൽ മിടുക്കനാണ്, ഏതോ ഒരു വലിയ വീട്ടിലെയാണെന്ന് ഫ്രണ്ട്സ് കണ്ടു. അവനോടുകൂടി എല്ലാവരും കൂടി അവസാനം ഉള്ളതെല്ലാം കളഞ്ഞു കുളിച്ചു, പൈസയെല്ലാം തീർന്നു. ഫ്രണ്ട്സും എന്ത് ചെയ്യും? ഓരോന്നോരോന്നായി. ഹല്ലേലൂയ. ഇതാ ലോകം കേട്ടോ. എല്ലാ സാഹചര്യവും എല്ലാവരും കൂടെ നിൽക്കത്തില്ല. ഒരു വിഷയം വരുമ്പോഴറിയാം ആരാ യഥാർത്ഥ സ്നേഹിതൻ. അതിന് ദൈവം ഒരുക്കുന്ന മുഖാന്തരങ്ങൾക്കായും സ്തോത്രം. ഒരു സ്തോത്രം പറയാമോ? ചില കാര്യങ്ങൾ ദൈവം മാറ്റി നിർത്തി. എന്താ കാര്യം? അതിനേക്കാൾ ഞാനാ ഇമ്പോർട്ടൻ്റ് എന്ന് ദൈവം പഠിപ്പിക്കുക. ചില കൊമ്പുകളെ ദൈവം ഒടിച്ചു കളയും. കാര്യം അതിലും വലിയൊരു കൊമ്പ് മേലിലുണ്ടെന്ന് പഠിപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ടീച്ചിങ് ക്ലാസ്സിൽ നമ്മെ ആക്കുന്നത് ഓർത്തും അവന്റെ അസൈൻമെന്റ്സിനെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്നേഹിതരെല്ലാം പോയി. അവസാനം ഒരു നേരത്തെ ആഹാരം. ഇതാ ലോകത്തിന്റെ ഗതി കേട്ടോ. ശാന്തമായി ചിന്തിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. നമുക്കൊക്കെ ആത്മീയ ബന്ധങ്ങളെക്കാൾ മറ്റ് ലോകബന്ധങ്ങളാണ് വലിയ വാല്യൂ. നോ 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 നോ. അവരെ സ്നേഹിക്കുന്നത് ഞാൻ പറഞ്ഞില്ല, അവർ നമ്മൾ സ്നേഹിതരാ. പക്ഷെ ആത്മീയ ബന്ധം നിത്യത വരെയുള്ളതാ. ഒരു നല്ല സ്വതന്ത്രം പറഞ്ഞില്ല. ലോകബന്ധങ്ങൾ ശവക്കുഴി കൊണ്ട് അവസാനിക്കുമ്പോൾ ആത്മീയ ബന്ധം ഇതാ മനുഷ്യരോടുള്ള ദൈവത്തിന്റെ കൂടാരം. അവൻ അവരുടെ കണ്ണിൽ നിന്ന് ഇനിയും മരണം ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞു പോയി. സ്തോത്രം. എത്ര സന്തോഷമുള്ള വാക്യങ്ങളായിരുന്നു. ഹല്ലേലൂയ. സോ അവസാനം ആഹാരമെല്ലാം കഴിക്കണം, ജീവിച്ചിരിക്കണ്ടായോ? ഒരുത്തൻ കണ്ടു ഒരു ധനികൻ. അവിടെയും ധനികനാ. അവനങ്ങ് വിചാരിച്ചു എന്തെങ്കിലും ചെയ്തേക്കാമെന്ന്. കുഞ്ഞെ, നിന്നെ കണ്ടൊരു വലിയ വീട്ടിലാന്ന് തോന്നല്ലോ, എന്തോ പറ്റി? അത് സാക്ഷ്യമെല്ലാം പറഞ്ഞു. ആവശ്യമില്ലാതെ സാക്ഷ്യമൊന്നും പറയരുത്. ഞാൻ അങ്ങനെ പറ്റി, ഇങ്ങനെ പറ്റി, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. ആ സാരമില്ല, ഇങ്ങി പോരെ. നിനക്കൊരു ജോലിയല്ലേ വേണ്ടത്? എന്താ എന്തുവാ പണി? ആടിനെ തീറ്റാൻ ഒരു രസമുണ്ടെന്ന് കേൾക്കാൻ തന്നെ. ഒന്നാമതേ കുനിഞ്ഞാ നടക്കുന്നത്. തീറ്റുന്നവൻ കുനിഞ്ഞു നടക്കുന്നവനെ. മനസ്സിലായില്ല? ലോകം തരുന്ന ഇതൊക്കെ ഉള്ളൂ. പറഞ്ഞു മനസ്സിലായോ? ലോകം തരുന്ന സഹായവും എക്സ്പെക്ടേഷനും പിന്നെ ഹെൽപ്പൊക്കെ ഇത്രേ ഉള്ളൂ. ഇത് കിട്ടിയിട്ട് അവന് വിശപ്പടക്കാൻ പറ്റിയോ? ശമ്പളം പോട്ടെ. ആരാ? അതും ധനികനാ. അവന് പന്നി തിന്നുന്നതെങ്കിലും തിന്നാൻ. അയ്യോ, അവൻ പന്നിക്ക് കൊടുക്കുന്നു, പുള്ളിക്കില്ല. ഞാൻ മനസ്സിലായോ? പറഞ്ഞു മനസ്സിലായോ? 18-ന്റെ 19 എന്തുവായിരുന്നല്ലോ, 18 ലാസ്റ്റ് ബാക്കി. വളരെ സ്നേഹിതന്മാരുള്ള മനുഷ്യർക്ക് ഏത് സ്നേഹിതനാ? വകതിരിവില്ലാത്ത സ്നേഹിതന്മാർ.
ആത്മീയൻ പലപ്പോഴും ചിന്തിക്കണം, നാം ഈ ഭൂമിക്ക് വേണ്ടി ഉള്ളവരല്ല. We are peculiar people. പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി വിളിച്ച് വേർതിരിച്ച കൂട്ടമാണ്. ഇന്നത്തെ ക്രിസ്ത്യന്റെ ഇതൊന്നും പറഞ്ഞാൽ പിന്നെ ഇഷ്ടമില്ല, സഭയിൽ ആള് വരത്തില്ല. കുഴപ്പമില്ല, എങ്ങനെയും ഇങ്ങ് വന്നാമെന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേര് കൂടും. നിത്യതയിൽ ചെല്ലുന്നത് എല്ലാവരുമല്ല. ഇത് പറഞ്ഞേ പറ്റൂ. കഴിഞ്ഞ രാത്രി നമുക്ക് കേട്ടല്ലോ, ഇത് പറഞ്ഞേ പറ്റൂ. അപ്പോൾ സ്നേഹിതരുണ്ട്, ലോകപ്രകാരം സമ്പത്ത്. ഞാൻ നിൽക്കട്ടെ, സമയം പോകുന്നുണ്ട്. 2, ആത്മീയ ലോകത്ത് സ്നേഹിതരുണ്ട്. ഇത് ലോകയുടെ കാര്യം പറഞ്ഞു. ഒരു സഹോദരൻ വന്ന് പറയുക, ഞാൻ നിന്നെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിക്കുന്നു. ആരാ? വെളിപ്പാടുള്ളവനാ. എന്താ വെളിപ്പാട്? നീ ഒരിക്കൽ രാജാവോ? അവൻ അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എൻ്റെ അപ്പനാണ് രാജാവ്, അടുത്ത രാജാവ് ഞാനാ. പക്ഷെ നീ എൻ്റെ സ്നേഹിതനായോണ്ട് ഞാൻ നിന്നെ മന്ത്രിയാക്കിയേക്കാം എന്നാ പറയേണ്ടത്. പക്ഷേ മറ്റവന്റെ മേലുള്ള അഭിഷേകം ഇവൻ മനസ്സിലാക്കി. ഇത് എവിടെ വെച്ച് കിട്ടിയതാ? ശമൂവേൽ അപ്പന്റെ വീട്ടിൽ വെച്ച്. മനസ്സിലാകുന്നുണ്ടോ? 7 സഹോദരന്മാരെയും മാറ്റി 8-ാമന്റെ മേൽ അഭിഷേകം പകർന്ന അന്നു മുതൽ അഭിഷേകത്തിലെ ലോകം വെറുതെ പെടുത്തല്ല കേട്ടോ. പൊത്തുവരത്തി പോകുന്നതിന് ഒരു കുഴപ്പവുമില്ല. നീ അഭിഷക്തനാണോ, അന്നു മുതൽ വലിയവർ മുതൽ രാജാവ് ശൗലിന് എതിരായി. സ്തോത്രം. മുമ്പോട്ട് പോട്ടെ. ശൗല് ദാവീദിനെ കൊല്ലാൻ വേണ്ടി ഓടിക്കുക. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, സ്നേഹിതൻ ആരാന്നറിയാമോ? കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നു. അതൊക്കെ പഠിക്കണമെങ്കിൽ ചില പഴയ നിയമ ഭക്തന്മാരുടെ കാര്യം. 1 അബ്രഹാം, 2 മോശ, 3 ദാവീദ്. ഞാൻ ആ ഭാഗം വായിക്കുമ്പോൾ 1 ശമൂവേലിന്റെ പുസ്തകത്തിലാണുള്ളത്. 20-ാം അധ്യായം മുതൽ വായിക്കണ്ട, ഞാൻ പറയാം. ഞാൻ ഇങ്ങനെ കേട്ടു, ശൗല് വരുമെന്ന്. അവൻ വരുമോ? ആരോട് ചോദിക്കുക? ആരോട് ചോദിക്കുക? ദൈവത്തോടെ ചോദിക്കുന്നത്. കെയിലയിൽ വെച്ച് വരുമോ? നിങ്ങൾക്ക് സംശയമുണ്ടല്ലയോ? ഇരിപ്പ് കണ്ടാലേ അറിയാം. ഒന്ന് ശമൂവേൽ 23 വായിച്ച്. പലതുണ്ട് അവിടെ. ഫെലിസ്തരാ. 2-ാമത്തെ വാക്യം ദാവീദ്. അത് തന്നെ. ഞാൻ ചോദിക്കും, തോൽപ്പിക്കണോ? മനസ്സിലായോ? ഇതാ സ്നേഹിതൻ. കാര്യം ഉള്ളതുപോലെ തുറന്ന് ചോദിക്കും. ഞാൻ പോയി ചോദിക്കണം. അടുത്തത്. മറുപടി കിട്ടിയോ? ആ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് മറുപടി ഇല്ലാത്ത ഒറ്റ ചോദ്യമില്ല. കാരണം മറുപടി കിട്ടാത്തതുകൊണ്ടാണ് ആദ്യം പ്രാർത്ഥന സ്തോത്രം ഞാൻ പറയുന്നത്. അതൊക്കെ ശരി, ഞാൻ ഇത്ര നാൾ പറഞ്ഞു, ഒരു മറുപടി കിട്ടിയില്ലല്ലോ. അത് തെറ്റാ. ദൈവം എല്ലാ ദിവസവും എന്നോട് സംസാരിക്കുന്നുണ്ട്. ദേവദാസന്മാർ ശുശ്രൂഷിക്കുമ്പോഴും തിരുവചനങ്ങൾ വായിക്കുമ്പോഴും അതിനകത്ത് നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി ഉണ്ട്. നമ്മൾ ചിന്തിക്കുന്നത് പോലെ കിട്ടാത്തതുകൊണ്ട് ആ മറുപടി കിട്ടിയില്ലെന്ന് പറയുന്നത്. നിന്നെ ധൈര്യപ്പെടുത്തുന്ന വാക്കുണ്ടെങ്കിൽ ഒരു മറുപടിയല്ലേ? എൻ്റെ കൃപ നിനക്ക് മതിയെന്ന് പറഞ്ഞാൽ അത് മറുപടിയല്ലേ? സ്തോത്രം.
ഇവിടെ പറയുന്നു ഞാൻ പോണോ? പിന്നെ 4-ാമത്തെ വാക്യം, ദാവീദ് ആദ്യം പറയുന്നത് നീ പോകാന്, പിന്നെ പറയുന്നത് ഞാൻ ഏൽപ്പിക്കും. ഇനി 10-ാമത്തെ വാക്യം, ഇത് ആരോടെ ചോദിക്കുന്നത്? എന്നെ നീ, നമ്മളിങ്ങനെ ഈസി ആയിട്ടും കേട്ടോ, ഇത് ഇങ്ങനെ വായിക്കണം, എന്നെ നീ അവരുടെ ഏൽപ്പിച്ചു കൊടുക്കുമോ? നിങ്ങളെ സിമ്പിൾ ചോദ്യം ഇതൊക്കെയാ. നമുക്ക് വലിയ അഖിലാണ്ട കടാകത്തിൻ്റെ ദൈവമേ എന്നൊന്നും പറയുന്നൊരു ആവശ്യമില്ല. നമുക്ക് ചിലർ പറയുന്നത് ഇവിടെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ചിലരൊക്കെ ഇപ്പം പിന്നെ വലിയ കൺവെൻഷൻ സ്റ്റേജിലൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു വരുമ്പോഴത്തേക്ക് പറയാൻ വന്നങ്ങ് പറഞ്ഞു. അതുപോലെ ആ വ്യാകരണമാണ് പറയുന്നത്. ദൈവത്തിന് സിമ്പിൾ ലാംഗ്വേജ് അറിയാൻ വയ്യാത്ത ലക്ഷണത്തിലായി പറയുന്നത്, പ്രസംഗിക്കുന്നു, പ്രാർത്ഥിക്കുന്നതൊക്കെ. ഒന്നും വേണ്ട, നീ എന്നെ അവരുടെ കയ്യിൽ ഏൽപ്പിക്കും. നിങ്ങൾക്ക് മനസ്സിലായതിനാൽ സ്വന്തം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വർഷം പ്രാർത്ഥനയ്ക്കും ഒരു വ്യത്യാസം വേണ്ടായോ? നല്ല സ്വന്തം പറയുന്നു. ദൈവത്തിന് നമ്മൾ റിപ്പോർട്ട് കൊടുക്കണ്ട. അവനറിയാത്ത ഒരു വിഷയവുമില്ല. ഞങ്ങളുടെ കാര്യം ഞാൻ പറയാം. ചിലപ്പോഴൊക്കെ ആൾക്കാർ എല്ലാവരും വന്നില്ലെങ്കിൽ ചെറിയ നിരാശയൊക്കെ വരും. എന്നാലും എല്ലാവരും ഇല്ലല്ലോ. പിന്നെ ഞങ്ങളുടെ നിരാശ, താവേ ഇത്രയും ബന്ധപ്പെട്ട് പ്രാർത്ഥിച്ചൊരുക്കിയ മെസ്സേജ് കേൾക്കാൻ ആൾ കുറവാണല്ലോ. ഇത് ഞങ്ങളുടെ കുഴപ്പമായി. നിങ്ങളെയൊന്നും, നിങ്ങളൊക്കെ മിടുക്കന്മാരാ. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ദൈവവാന് പറയാ, ഈ വന്നവർക്ക് വേണ്ടിയുള്ള ദൂതേ ഉള്ളിത്. പിന്നെ വേണമെങ്കിൽ സൂമിലിരുന്നവരും കേട്ടോട്ടെന്നാ. കാരണം അവരവിടെ ഉണ്ടോന്ന് ആർക്കറിയാം? ഒരു സ്വതന്ത്രം പറയാമോ? ഇത് ഓൺ ചെയ്ത് വെച്ച് അവിടെ ഉണ്ട്. ഇപ്പം ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അറിയാം ആർക്ക് വരുമെന്ന് പ്രാർത്ഥിക്കാൻ. ഇത് പിന്നെ കേൾക്കാതിരിക്കണമെങ്കിൽ ഒറ്റ ഒരു കാര്യം ചെയ്താൽ മതി, ആ സ്വിച്ച് ഒക്കെ ഒന്ന് കുത്തിയാൽ മതി, ക്യാമറ ഓണാവും. അപ്പം മേലാൽ നിങ്ങളെപ്പറ്റി ഞാൻ നിങ്ങളുടെ കാര്യം പറയാം, അവരുടെ കാര്യമല്ല പറയുന്നത്. നിങ്ങൾ ഇങ്ങനെ വല്ല കയറുകയാണെങ്കിൽ സ്വതന്ത്രം. ഈ അപ്പത്തിന് എപ്പോഴും വഴക്കേ പറയത്തുള്ളൂ. ഞാൻ വഴക്ക് പറയാൻ തോന്നുന്നു, ഞാൻ ചിരിച്ചോണ്ടല്ലേ പറയാം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ എവിടെ ആയിരുന്നു? ഇനി നോക്കിയേ, വരുമോ? അടുത്തത് 12. 11. അവൻ വരും. ചോദ്യം വരുമോ? മറുപടി വരും. അടുത്തത് 12. ദാവീദ് പിന്നെയും എന്നെ ശൗലിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ? ദൈവം പറഞ്ഞു ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ പറയുമോ ദൈവം? എപ്പോഴും അനുകൂലമായ മറുപടി കിട്ടണമെന്നില്ല. ഇതാ സ്നേഹിതൻ. നിന്റെ ജീവിതത്തിന്റെ എല്ലാം അറിയാവുന്ന ഒരുവൻ, അവനുമായിട്ടുള്ള ബന്ധമാ വിഷയം. ദൈവം അറിയാൻ ആരംഭത്തിലെ അവസാനം അറിയാവുന്ന ഒരുവൻ. നിന്റെ ഭവനത്തിൽ, ജീവിതത്തിൽ, കുടുംബത്തിൽ, തലമുറയിൽ അഭിമുഖീകരിക്കുന്ന വിഷയം ഇന്നാണ് നമ്മൾ അറിയുന്നെങ്കിൽ ജനിച്ചതിന് മുമ്പേ അറിയാവുന്ന ഒരുവനുണ്ട്. എവിടെ ചെന്നെത്തുമെന്നും അറിയാവുന്നവനൊരുവനുണ്ട്. അതിനുവേണ്ടി അല്ലയോ ദൈവവചനം കേൾക്കുവാനും ധൈര്യപ്പെടുവാനും ദൈവം സാവകാശം ഒരുക്കി തന്നത്. എന്നെ ഏൽപ്പിക്കുമോ? നിന്നെ ഏൽപ്പിക്കും. പക്ഷേ 14-ാമത്തെ വാക്യം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. 14-ാമത്തെ വാക്യം. എങ്കിലും അയ്യോ, ദൈവം അവനെ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു. ഇന്നും ഏൽപ്പിച്ചില്ല.
ദൈവത്തിന് വിടുവിക്കാൻ കഴിയും. സാഹചര്യം അവൻ പറഞ്ഞു എന്ന് വിചാരിച്ച് നീ ഭയപ്പെടരുത്. നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ വിഷയം നന്നായി അറിയുന്നവൻ, ഹൃദയത്തിലെ ഫീലിംഗ് അറിയാവുന്നവൻ, ഭാരം അറിയാവുന്നവൻ, കണ്ണുനീരിന്റെ വെയിറ്റ് അറിയാവുന്നവൻ. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും അനുകൂലമായ മറുപടി കിട്ടിയില്ലെങ്കിലും നിന്നെ ലജ്ജിപ്പിക്കാത്ത ദൈവമാണെന്ന് വിശ്വസിക്കാമോ? ദാവീദിനെ ദൈവം ശൗലിന്റെ കയ്യിൽ ഏൽപ്പിച്ചില്ല. ആരാ? സ്നേഹിതൻ. സ്തോത്രമൊക്കെ പറയണേ. ഞാൻ എൻ്റെ സ്നേഹിതനായ അബ്രഹാമിനോട് ഞാൻ ചെയ്യുവാനിരിക്കുന്നത് മറച്ചു വെക്കുമോ? ദൈവം ചോദിച്ചതാ. അതിന്റെ അർത്ഥം എനിക്ക് മറച്ചു വെക്കാതെ അവനോടും അവൻ എന്നോടും സംസാരിക്കുന്നവനാ. നിന്റെ ഹൃദയം പകരാൻ ആരുമില്ലെങ്കിലും ഹൃദയത്തിലെ ശബ്ദമറിയാവുന്ന ഒരുവനുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറയുണ്ടായി, അബ്രഹാമിന്റെ ഭവനത്തിൽ ദൈവം വന്നത് അവന്റെ പേഴ്സണൽ വിഷയം സംസാരിക്കാൻ വേണ്ടിയല്ല, സോദോമിന്റെ നാശത്തെ പറ്റി പറയാനാ. ഞാൻ ചെയ്യുവാനിരിക്കുന്നത്, ദേശത്തിന്റെ അകൃത്യം പെരുകി, പാപം പെരുകി, ഞാൻ എൻ്റെ ക്രോധം അയക്കാൻ പോകുക ആ പട്ടണത്തിൽ. പക്ഷെ ഞാൻ എൻ്റെ സ്നേഹിതനോട് പറയാതെ ചെയ്യത്തില്ല. ഈ രാജ്യത്തെ അകൃത്യം പെരുകിയെന്ന് നീ ഭാരപ്പെടരുത്. നിന്നെ ഈ രാജ്യത്ത് കൊണ്ടുവന്നത് നിന്നോട് ചില കാര്യം ദൈവത്തിന് പറയാനുണ്ട്. ആത്മഭാരത്തോട് ദേശത്തോട് പ്രാർത്ഥിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല ഈ രാജ്യത്ത് നമ്മൾ എങ്ങനെയാ വന്നെന്ന്. നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ രാജ്യം വലിയ സ്വർഗമൊന്നും ഞാൻ പറയുന്നില്ല, നമ്മുടെ സാഹചര്യം മാറ്റിയ കുറച്ചെങ്കിലും. അപ്പൊ ഈ രാജ്യത്തിനോട് പ്രാർത്ഥിക്കാൻ ഉത്തരവാദിത്തമില്ലേ? ആര് വരട്ടെ ഭരണത്തിന്, നമുക്ക് എന്താ വിഷയം? ദൈവം അറിയാതെ വരത്തില്ലെന്ന് വിചാരിക്കാമോ? ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, മോദിയെ മാറ്റാൻ പ്രാർത്ഥി. എന്തിനാ? മോദി വന്നതിനാൽ സ്തോത്രം പറയാമോ? എല്ലാവരും പറഞ്ഞില്ല. കഴിഞ്ഞ 10 വർഷമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സഭ വളർന്നത്. മോദി കണ്ടില്ലയോ ഇല്ലയോ അതല്ല എൻ്റെ വിഷയം. മോദിയെ അല്ല എൻ്റെ വിഷയം. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. വേറെ ആരുടെയും പക്ഷത്തല്ല ദൈവം തന്നെ ജനത്തിന്റെ പക്ഷത്താ. ഹല്ലേലൂയ. ഞാൻ ചെയ്യുവാനിരിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഇന്റർസെസറി പ്രയറിന്റെ അതിൻ്റെതായ വാല്യൂ ഉണ്ട്. നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത്, ഞാൻ ഇവിടെ ഇരിക്കുന്നത്, നമ്മളിവിടെ ഇരിക്കുന്നത് നമ്മുടെ ഏതാണ്ട് പുണ്യപ്രവൃത്തി കൊണ്ട് മാത്രമാണെന്ന് വിചാരിക്കരുത്. ഈ ആലയത്തിൽ ദൈവഭാഗത്ത് വരാൻ വേറെ ആരെങ്കിലും നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കാണും. ഞാനെങ്ങനെയാ വിശ്വസിക്കുന്നത്? ഞാൻ ജനിച്ചപ്പോൾ പെന്തിക്കോസ്ത് ഭവനത്തിലാണ് ദൈവത്തെ വേണ്ടതുപോലെ അറിഞ്ഞവരല്ലായിരുന്നു. ഞാൻ വിചാരിക്കുന്നു മാതാപിതാക്കളെ കണ്ണുനീർ എന്നെ സുവിശേഷകനാക്കി. കണ്ണുനീര് കളയരുത് കേട്ടോ, കണ്ണുനീര് കളയരുത്. നിന്റെ മക്കളെ തലമുറയെ ദൈവം അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അവന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ ചെയ്യുവാനിരിക്കുന്ന അബ്രഹാമിനോട് മറച്ചു വെക്കുമോ? വീട്ടിലേക്ക് വന്നപ്പോൾ അവന്റെ ഉത്സാഹം, ദൈവമക്കളെ, ആത്മീയന്റെ ഉത്സാഹം ദൈവം വാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു നല്ല സോദരൻ പറഞ്ഞില്ല, ഞാൻ ഇഷ്ടമുള്ളൊരു പാട്ടുണ്ട്. നമ്മൾ ആത്മനാഥൻ ജീവിക്കവേ
ഇനി അലസത ഇല്ലേ ചോദിച്ചാ? ഗീതം പാട്ട് എപ്പോഴും പാട്ട് ഉപയോഗിച്ച വന്നിരിക്കുന്ന കേട്ടോ. നമ്മളാണ് വീട്ടിൽ കിടന്ന് ഉറങ്ങിയതിന്. ടെസ്റ്റ് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം പറയും ഞാൻ നാളെ മുതൽ വരുവായ ഭാഷ. ഞാൻ വരേണ്ട, ഞാൻ സൺഡേ വന്നവൻ. ഒരു ചീരാപ്പ് വരുമ്പോഴത്തേക്ക്, എന്തോ ചീരാപ്പെന്ന് അറിയാമോ? ആ മലബാറൻ ഭാഷ ഞാൻ പറഞ്ഞേ. ഒരു ചീരാപ്പ് വരുമ്പോഴത്തെ ഇന്ന് യോഗത്തിന് പോകണ്ട. ജൂം ഉണ്ടല്ലോ, ജൂം. ഞങ്ങളുടെ നോർത്ത് ഇന്ത്യയിൽ സൂം എന്നല്ല പറയാം, ജൂം എന്നാണ് പറയാം. ഒരു സ്വതന്ത്രം പറയാമോ? സൂമിലിരിക്കുന്ന ഒരു സ്വതന്ത്രം പറയാമോ? ഈ ഭാഷയെ കൊണ്ട് വല്ലാതെ ഇങ്ങനെ പോയാൽ എൻ്റെ ദൈവമേ സമയം പോകും. പക്ഷെ ഇങ്ങനെ പോകണ്ടായോ? ആ ഉത്സവം, അയ്യോ വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് ഓടും, അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുക. വീട്ടിൽ ആരാ? എത്ര വയസ്സുണ്ട്? 99. ഇത് ഇപ്പോഴേ കാലിലെ ബെൽറ്റൊക്കെ ഇട്ടാണ് നടക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക. എന്താ കാര്യം? എൻ്റെ ദൈവം എൻ്റെ വീട്ടിൽ വന്നു. അവന്റെ വീട്ടിൽ വന്നപ്പോ ഇത്ര ഉത്സാഹമുണ്ടെങ്കിൽ നിന്റെ ഹൃദയത്തിൽ വസിക്കുന്നവനാണെങ്കിൽ ഇത്ര ഉത്സാഹം മതിയോ? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. ഹല്ലേലൂയ. വീട്ടിൽ 318 അഭ്യാസികളുണ്ട്. അവരോടൊരാളോട് പറഞ്ഞാൽ മതി, മോനെ വീട്ടിലൊരു ഗസ്റ്റ് വന്നിരിക്കുന്നു, പോയൊരു യജമാനെ പ്രസാദിപ്പിക്കാൻ മിടുക്കരാ ദാസന്മാര്. നല്ലതിനെ കൊടുത്താൽ യജമാൻ എന്തോ പറയുന്നു വിചാരിച്ച് എന്നിനെ പിടിച്ചോണ്ട് വരും. അധികം താമസിക്കാതെ ചാകാൻ പോകുന്നതിന് മുടന്നുള്ളതിനെ കൊണ്ടുവരും. അതുകൊണ്ടാണ് അവൻ തന്നെ ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഇത്. ഇവൻ തന്നെ പോയി ആദ്യം എന്ത് ചെയ്തു? മഹാവെടുത്തു 3 അടങ്കഴി. പറഞ്ഞ എത്ര? ഒരു മുറി. ഒരു മുറിക്ക് 3 അടങ്കിന് വേണമെങ്കിൽ എന്തുമാത്രം വലിയ മുറിയാത്. 1.5 മുറിയുണ്ടല്ലോ. പറയുന്ന ഇത്രേ ഉള്ളൂ, കൊടുക്കുന്ന വലുത്. നമ്മൾ കൊടുക്കുന്ന ഇത്രേ ഉള്ളൂ, പറയുന്ന വലുത്. പലരും ഈ ഗുഡ് ന്യൂസിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ വരാൻ വേണ്ടി കൊടുക്കുന്ന കേട്ടോ. ഈ ലോക ജീവിത യാത്ര കഴിയുമ്പോൾ മാത്രം അറിഞ്ഞാൽ മതി നീ ആരായിരുന്നുവെന്ന്. ചില ലെഗസി വിട്ടേച്ചു പോണം. അതിനു മുമ്പേ നീ ആരും പുകഴ്ത്ത വേണ്ട, ആരും അറിയാൻ വേണ്ട. മൂന്നടങ്കിലും മാവെടുത്തുകൊണ്ട് കൊടുത്തു. ഞാൻ സാറായെ പറ്റി ഒന്നും പറയുന്നില്ല. ഓടിപ്പോയി വന്നു. ഇളയതും നല്ലതുമായത്. ഓ, കർത്താവിൻ്റെ കൊടുക്കുമ്പോൾ നല്ലത് കൊടുക്കും. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും പറഞ്ഞുകൊണ്ടിതാ, ഞങ്ങളുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ടല്ലോ, പണ്ട്, ഇപ്പോഴൊക്കെ അതില്ല, കീറിയ നോട്ടൊന്നും എടുക്കത്തില്ല. അതുകൊണ്ട് മാർക്കറ്റിൽ പോകും മുമ്പല് മേടിക്കാൻ. അതിനുശേഷം പിന്നെ അതിന് ഇതിനെല്ലാം പോയി എങ്ങും എടുക്കത്തില്ലേ, പിന്നെ ഈ ബൈബിളിനകത്തോട്ട് അങ്ങ് വെക്കും. എങ്ങും എടുക്കത്തില്ലേ. എന്നറിയാമോ? അത് തന്നെ. പിന്നെ ഈ പാസ്റ്റർ പണിയാണ് ഇതുകൊണ്ട് പിന്നെ ഇങ്ങനെ നടക്കുക. ഞാൻ നടന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്, വേറെ കാര്യമല്ല, എൻ്റെ കാര്യമാണ്. ഞാൻ ഈ TV പ്രേച്ചേഴ്സിൻ്റെ കൂട്ട് സോ യുവർ സീഡ് സെൻഡ് യുവർ 3000 എന്ന് പറയുന്ന ആളല്ല കേട്ടോ. പക്ഷെ കൊടുക്കുന്നതിൽ കർത്താവിനെ മനസ്സോടെ കൊടുക്കും.
മനസ്സില്ലാതെ വ്യക്തികളെ നോക്കി കൊടുത്താൽ അതിലും നല്ലത് പിള്ളേർക്ക് ഹാംബർഗർ മേടിച്ചു കൊടുക്കുന്ന ആ പൈസ ഉണ്ട്. പ്രതിഫലമില്ല, പേര് കിട്ടും, പ്രതിഫലമില്ല. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി. പ്രൈസ് ദി ലോർഡ്. മുൻപോട്ട് പോട്ടെ. അവന്റെ വീട്ടിൽ വന്നത് സോദോമിന്റെ കാര്യം പറയാനാ. പക്ഷെ അതിന് ഉത്സാഹം കണ്ടപ്പോൾ അടുത്ത വർഷം ഈ ദൂത് ഏറ്റെടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇന്ന്? നിന്റെ ആത്മീയത്തിലെ ഉത്സാഹം മാനിക്കുന്ന ഒരു ദൈവമാണ് നിന്റെ ദൈവം. സമയം ലഭിക്കാത്തവർക്ക് വേണ്ടിയല്ല, സമയം ഉള്ളപ്പോൾ ആത്മീയത്തിന് മുൻതൂക്കം കൊടുക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, മോശ, ഞാൻ മോശയോട് സംസാരിച്ചത് മറവെച്ചൊന്നുമല്ല, മുഖാമുഖമായി സംസാരിച്ചു. ആരാ പറഞ്ഞത്? ദൈവം പറഞ്ഞു. ഒരു സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ. നിങ്ങൾ വിചാരിക്കണം പഴയ നിയമത്തിലെ ഭക്തന്മാരുടെ കാര്യമാണ് പറഞ്ഞത്. പുതിയ നിയമത്തിലോ ഒക്കെ ചുരുക്കം 10 മിനിറ്റ് കൂടെ ഉള്ളൂ. യോനാഥാന്റെ കാര്യം പറഞ്ഞില്ലല്ലോ. വലിയ കമ്മിറ്റ്മെന്റ് ഒക്കെ ആയിരുന്നു. പറയാണ് എൻ്റെ അപ്പൻ നിന്നെ കൊല്ലാൻ നടക്കുക. പക്ഷെ അത് സംഭവിക്കത്തില്ല, നിന്നെ അവന് പിടികിട്ടത്തില്ല, നീ ഇസ്രായേലിന്റെ രാജാവാ, അന്ന് ഞാൻ നിനക്ക് രണ്ടാം. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം സാധിപ്പിക്കുന്ന ദൈവം. ഇതുപോലെ ആത്മീയ കാഴ്ചപ്പാടുള്ള വേറൊരു വ്യക്തിയില്ല. പക്ഷെ എന്ത് സംഭവിച്ചു? 2 ശമൂവേൽ 1-ാം അധ്യായം എഴുതി, എൻ്റെ സഹോദരാ യോനാഥാനെ, നീ എങ്ങനെ വീരന്മാരുടെ കൂട്ടത്തിൽ പട്ടുപോയി? എന്താ കാര്യം? എന്താ കാര്യം എന്നറിയാമോ? നല്ല അഭിപ്രായം പറഞ്ഞിട്ട് പറഞ്ഞവനോടുകൂടെ പാർക്കാൻ കഴിഞ്ഞില്ല. ദാവീദോ കാട്ടിൽ പാർത്തു, യോനാഥാനോ കൊട്ടാരത്തിലേക്ക് പോയി. ഇന്നത്തെ ക്രിസ്ത്യന്റെ അടുത്തിലെല്ലാം കൊട്ടാര ജീവിതമാണ് പ്രോമിസ് ചെയ്യുന്നത്. കൂടെ വസിക്കണമെങ്കിൽ കാട്ടിൽ വസിക്കണം. നിങ്ങളുടെ ആത്മീയാർത്ഥം എടുത്താൽ മതി കേട്ടോ. കാട്ടിൽ മരുഭൂമിയുണ്ട്, ഒറ്റപ്പെട്ട സാഹചര്യമുണ്ട്. നല്ല വിഷനും ദർശനവും വിവേചനപരവും ഒക്കെ ആണെങ്കിലും നിന്റെ പാർപ്പാരുടെ കൂടെ ഒരു സ്വതന്ത്രം പറയാമോ? അതുകൊണ്ട് പട്ടുപോയത്. രക്ഷ നഷ്ടപ്പെടുമോ? ഇല്ല. വസിക്കേണ്ടവന്റെ കൂടെ വസിച്ചാൽ, വസിക്കേണ്ടവന്റെ കൂടെ വസിച്ചാൽ അവൻ രാജാവാകുമ്പോൾ അവനോട് ഇവനും വാഴും. ദാവീദിനോട് കൂടെ ഉണ്ടായിരുന്നവരാ ദാവീദ് രാജാവായപ്പോൾ കൂടമാണത്. വെളിപ്പാട് പുസ്തകത്തിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകമാണ്. പലർക്കും അതറിയത്തില്ല അങ്ങനെ സംഗതി ഈ സഭയിൽ ഉണ്ടോ എന്ന് പോലും. മഹോദ്രവത്തിനു ശേഷം 1000 ആണ്ട് എന്ന് പറയുന്ന സംഗതിയുണ്ട്. അന്ന് ആര് കൂടെ കാണുന്നറിയാമോ? ഒരു രാജാവ് ഈ ഭൂമിയിൽ, ചക്രവർത്തി ഈ ഭൂമിയിൽ വാഴും. അന്ന് പുതിയ നിയമസഭയിലെ ഭക്തന്മാരായ നമ്മൾ അവനോട് കൂടെ വാഴും. ആ സൗഭാഗ്യത്തിൽ നിന്ന് ഓർത്തേ. അതും കഴിഞ്ഞിട്ട് അടുത്ത നിത്യത അവനോട് കൂടെ. ഇതോ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. അപ്പൊ ഈ അനുഗ്രഹത്തിന്റെ വ്യാപ്തി ഉണ്ടോ? കൂടെ വാഴണം. അതാണ് പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നത്. ക്രിസ്തു നമുക്കൊരു മാതൃക. പക്ഷെ ഒന്ന് വായിക്കാമോ? മാതൃക, ഞാൻ തിരുവനന്തപുരം വായിക്കുന്ന വാക്യമാ. ഒരു മാതൃക വെച്ചു പോയി.
ആ ആ അപ്പൊ എന്തോ മാതൃകയാ വെച്ചേ, കഷ്ടം അനുഭവിച്ച മാതൃക. ഇന്നത്തെ സോ കോൾഡ് പ്രീച്ചേഴ്സ് ഈ വാക്ക് പറയത്തില്ല. അവർ പറയുന്നത് നിങ്ങൾക്ക് റെവലേഷൻ ഉണ്ട്, അനോയിന്റിംഗ് ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഡെലിവറൻസ് ഉണ്ട്, അതുകൊണ്ട് കൊട്ടാര ജീവിതമാണ് നിങ്ങളുടെ ജീവിതം. ക്രിസ്തുവിനെ പിൻപറ്റുന്ന മാതൃക എന്ന് പറയുന്നത് കഷ്ടം അനുഭവിച്ച മാതൃകയാണ്. ബില്ലി ഗ്രഹാം പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ദൈവം സോദോമിനോടും ഗൊമോറയോടും ക്ഷമ ചോദിക്കേണ്ടി വരുമെന്ന് എന്ന് പറഞ്ഞതുപോലെ കഷ്ടത്തോടെ പാന്താവിൽ. എന്തിനായി ഇയ്യോബിന്റെ ചരിത്രമൊക്കെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്? ഇതേ പാന്താവിൽ കൂടി പോയി അക്കരെ നാട്ടിൽ വിശ്രമിക്കുന്ന ഭക്തന്മാരുണ്ടെന്ന് നമ്മെ പഠിപ്പിക്കാൻ വേണ്ടിയാ. എല്ലാം അനുകൂലമല്ല, എല്ലാവരും കൂടെ നിൽക്കത്തില്ല. അനേക ഫ്രണ്ട്സ് നമ്മെ വിട്ടുപോകും. എന്നാൽ അവൻ ഒരുക്കുന്ന പാതയിൽ കൊണ്ട് പോയാൽ അവനോട് കൂടെ വാഴും. ഒരു വാക്യം കൂടി വായിച്ച് വാക്കുകൾ ചുരുക്കാം. പുതിയ നിയമത്തിൽ യോഹന്നാൻ 15:13 പഴയ നിയമത്തിലെ സ്നേഹത്തെ പറ്റി നാം പറഞ്ഞു. പുതിയ നിയമത്തെ ബന്ധപ്പെട്ട സംഗതി മാറി. 3:16 എന്തുവാ? 3:16 എന്തുവാ? 3:16 അവൻ ലോകത്തെ സ്നേഹിച്ചു. ആര്? പിതാവ്. ലോക എല്ലാവരെയും സ്നേഹിച്ചവൻ. ആർക്കും പറയാൻ പറ്റത്തില്ല എന്നെ അവൻ കണ്ടില്ലെന്ന്. സാർവത്രികമായി നാം കേട്ട പോലെ എല്ലാവരെയും വിലയ്ക്ക് വാങ്ങി. ലോകത്തെ വിലയ്ക്ക് വാങ്ങി. പിതാവ് ലോകത്തെ സ്നേഹിച്ച് എന്ത് ചെയ്തു? പുത്രനെ തന്ന് നമ്മെ മക്കളാക്കി. പുത്രൻ ജീവനെ തന്നു. ഇവിടെ വിശദീകരിക്കേണ്ടത്, അതിന് സമയം എടുത്ത് മുമ്പ് ഒത്തിരി സമയം എടുത്തു പോയി. ജീവനെ തന്നു. നമുക്ക് ചില പൊസിഷൻസ് തന്നു. പുത്രൻ തന്നത്, പിതാവ് തന്നത് മകൻ എന്നുള്ള പൊസിഷൻ. പുത്രൻ തന്നത് സ്നേഹിതൻ എന്നുള്ള പുരുഷൻ. ഇനി ഒന്നുകൂടെ, അത് ഒരിടത്തെ അങ്ങനെ എഴുതിയിട്ടുള്ളൂ. വേറെ ഒരു കൂട്ടവകാശികൾ എന്നുള്ള ഭാഗത്തുണ്ട്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. നീ ഇതുപോയി എന്റെ സഹോദരങ്ങളോട് പറയണം. കിട്ടിയ വാക്ക് 20 മത്തായി 20:17. മത്തായി അല്ല, യോഹന്നാൻ. യേശു അവളോട് എന്നെ തുടരുക, ഇതുവരെയും എന്റെ സഹോദരന്മാർ. ഇതുവരെ ശിഷ്യന്മാർ, ഇപ്പൊ ആരായി? എന്റെ അതിന് റീസൺ പറയുന്ന രസം. എന്റെ സഹോദരന്മാരോട് എന്റെ പിതാവും നിങ്ങളുടെ പിതാവും, എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവും. ആ റിലേഷൻഷിപ്പിനോക്ക് വരാൻ അവൻ ക്രൂശിൽ നമുക്ക് ഒരു ജീവനെ കൊടുത്തു. എത്ര സൗഭാഗ്യമുള്ളൊരു ജീവിതമായത്. ലോകർക്ക് ഇത് മനസ്സിലാകത്തില്ല, ആത്മീയന് മനസ്സിലാകണം. പിതാവ് പുത്രനെ നൽകി നമ്മെ മക്കളാക്കി തീർത്തു.
പുത്രൻ ജീവനെ തന്ന് നമ്മെ സ്നേഹിതനും സഹോദരനുമായി തീർന്നു. എന്തിനാ സഹോദരനാക്കിയെന്നറിയാമോ? അവനോടുകൂടെ കൂട്ടവകാശത്തിന്. കൂട്ടവകാശികൾ. അവൻ എന്തോവെല്ലാം ശ്രദ്ധിക്കണേ. നിങ്ങൾക്കറിയാമോ, ഞാൻ ഇരിക്കുന്ന ഇടത്ത് വിവാഹവേദിയിൽ എല്ലാവരും വരത്തില്ല. പെങ്കൊച്ചിനേക്കാൾ നല്ല സാരിയും നല്ല പെർഫ്യൂം ഫ്രേ ഒക്കെ അടിച്ചുകൊണ്ട് വന്നാലും, നമ്മുടെ ആചാര്യോപദേശ ഭാഷ ഫ്രേ, ഇതെല്ലാം അടിച്ചുകൊണ്ട് വന്നാലും പാസ്റ്റർ ഇവിടെ എന്ന് പറയും, ഈ യുവാവിന് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന യുവതി ഇപ്പോൾ മുമ്പോട്ട് വേണ്ടത് നമ്മൾ എല്ലാവരും എഴുതിട്ട് വരത്തില്ല. എടി പോയേക്കാൻ നല്ല പയ്യൻ കൊള്ളാം, പോയേക്കാൻ അവിടെ ഇരിക്കും, ചുമ്മാതിരിക്കാൻ പറയും. ചില ദിവസങ്ങൾക്ക് മുമ്പ് വിവാഹ നിശ്ചയം ചെയ്ത ഒരുവനുണ്ട്. അന്നു മുതൽ ഇന്നേ ദിവസം വരെ അവനെ നോക്കിയിരിക്കുകയായിരുന്നു. ഒരു സഹോദരമൊക്കെ പറയണേ, നമ്മുടെ കാര്യമാണ് പറയുന്നത്, നിങ്ങൾ ആ കല്യാണത്തിന് അങ്ങോട്ട് പോകാതെ. ക്രിസ്തു എന്ന ഏക പുരുഷന് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. മധ്യാകാശത്തിൽ ഒരു നല്ല ഉദാഹരണമുണ്ട് പഴയ നിയമത്തിൽ. അവൾ തലപ്പൊക്കി നോക്കിയപ്പോ ഇസഹാക്കിനെ കണ്ടു. അതാരാ? സഹപാഠിയായ പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുത്തു, അതാണ് നിന്റെ മണവാളൻ. ഇന്ന് രാവിലെ ഒരു പ്രത്യാശയുണ്ടോ? ആ വെളിംപ്രദേശമാകുന്ന മധ്യാകാശത്തിൽ ഈ മണവാട്ടിയെ കാത്തിരിക്കുന്നൊരു മണവാളനുണ്ട്. ഈ ലോക ജീവിതയാത്ര കഴിയാറായി വിശ്വസിക്കുന്നു. എല്ലാവരും കൂടെ പോകത്തില്ല. അവനോട് കൂടെ കഷ്ടമനുഭവിച്ച മാതൃകയെ പിൻപറ്റിയവർ അവിടെ ചെല്ലും. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം വരാൻ സാധ്യതയുണ്ട് എന്നൊരു വാക്കില്ല. കഷ്ടമുണ്ട്. അതിന്റെ അർത്ഥം എന്തുവാ? ധൈര്യത്തിന്റെ വചനം കൂടെ ഉള്ളതല്ലേ അർത്ഥം. തിരുവചനം ധ്യാനിക്കുമ്പോൾ ഒരു ഭക്തൻ ഏറ്റെടുക്കുന്നത് നിനക്ക് എൻകറേജ് ചെയ്യുന്ന, ആശ്വസിപ്പിക്കുന്ന വചനമാ. നിർത്താൻ പറ്റുന്നില്ലല്ലോ. ഗതസമയന് 12 പേരെ കൊണ്ടുപോയി. സാധാരണ പോകുന്ന തോട്ടമാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. ആ ബൈക്കൊന്നും വേണ്ട, നിർത്താൻ പോവാ. 12 പേരോട് പോയി. പക്ഷെ എല്ലാവരും എല്ലാം പറയാൻ പറ്റാത്തതുകൊണ്ട് 3 പേരെ എടുത്ത് മുൻപോട്ട് കൊണ്ടുപോയി. അവരോട് കാര്യം തുറന്നു പറഞ്ഞു, എന്റെ ഹൃദയം വേദനയുണ്ട് എന്നൊക്കെ പറഞ്ഞു. അവർക്കും അത് മനസ്സിലായില്ല. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അവനെ നാം പിൻപറ്റുന്നു. എല്ലാവർക്കും എല്ലാം മനസ്സിലായില്ലെന്ന് വിചാരിച്ച് നിന്നെ കുറിച്ചുള്ള ദൈവഹിതം ദൈവം നിവർത്തിക്കാതിരിക്കയില്ല. പത്രോസും യോഹന്നാനും യാക്കോബും ഗുരു അവരോട് അവന്റെ വേദന ഷെയർ ചെയ്ത. പക്ഷെ അവർക്കത് മനസ്സിലായില്ല. അവർ ഉറങ്ങിയെന്നാ വായിക്കുന്നില്ലയോ? ഒന്ന് വന്നു, രണ്ടാമത് വന്നു, മൂന്നാമത് വന്നപ്പോ ഇറ്റ്സ് ഓക്കെ, ഗോ ആൻഡ് സ്ലീപ്.
എനിക്കറിയാം നിങ്ങൾ മനുഷ്യരാ. എൻ്റെ ഹൃദയം നിങ്ങൾ പകർന്നത് മാത്രമേ, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. പിതാവിനറിയാം. നിങ്ങൾക്കറിയാമോ എല്ലാ ചോദ്യത്തിനും മറുപടി കിട്ടുമോ? സ്വർഗം സൈലന്റ് ആയ ചില സന്ദർഭങ്ങളുണ്ട്. കഴിയുമെങ്കിൽ വല്ല മറുപടി കിട്ടിയോ? രണ്ടാമതും കഴിയുമെങ്കിൽ എങ്കിലും അവർ സ്വതന്ത്രം പറയാമോ? പലതിനും ഞാൻ ഈ ദൂത് കേൾക്കണമേ, പലതിനും മറുപടി കിട്ടിയില്ലെന്ന് വിചാരിച്ച ദൈവത്തിന്റെ പ്രവർത്തി ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നില്ല, ഇല്ലെന്നില്ല. ഒരു സഹോദരനെ ഒരു ഡിസൈപ്പിളെ സ്നേഹിതായെന്ന് വിളിച്ചു. സാഹചര്യം മാറിയെങ്കിലും വിളി മാറ്റിയില്ല. ഞാനങ്ങ് വിചാരിക്കുന്നു അവന് മാനസാന്തരപ്പെടാൻ ചാൻസ് ഉണ്ടെന്നുള്ള ആ വിളിയുടെ അർത്ഥം. മടങ്ങി വരാൻ ചാൻസ് ഉണ്ട് യൂദായെ. അവൻ വന്നില്ല. അവന്റെ ജീവിതത്തിന് അവൻ ലിമിറ്റ് വെച്ചു. 30 കാശിൽ അവൻ പോയി. ഞാൻ പറയട്ടെ, എന്തിനാ സ്നേഹിത എന്ന് വിളിച്ചതിന് മഹാത്മ്യാർത്ഥം പറയട്ടെ. എന്റെ പിതാവ് എന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് സഫലീകൃതമാകാൻ ദൈവം ഒരുക്കിയതാ. നീ മനസ്സിലായില്ല. നിന്റെ ജീവിതത്തിൽ ഒരുക്കുന്ന അഡ്വേഴ്സ് സിറ്റുവേഷൻ എന്റെ ജീവിതത്തിൽ ദൈവഹിതം നിവർത്തിക്കാൻ വേണ്ടിയുള്ളതെന്ന് പറയാമോ? ഗദസമന മുതൽ ഗബദ്ധ വരെ, അവിടുന്ന് കാൽവറി വരെ, ഗോൽഗോഥ വരെ, ക്രൂശിൽ കിടന്നുകൊണ്ട് ഒരഭ്യർത്ഥന, എന്റെ ദൈവമേ. The heaven was silent. Why? എന്നെയും നിന്നെയും സ്നേഹിതനാക്കുവാൻ. മാറാത്ത സ്നേഹിതൻ. ലോകത്തിലെ വ്യക്തികളൊക്കെയും സാഹചര്യങ്ങൾ വരവും മാറിപ്പോകും. സ്വന്തമായി എടുത്തു വളർത്തു വരപ്പോൾ ശുശ്രൂഷയിൽ കൊണ്ടുവന്ന എത്രയോ ജീവിതങ്ങൾ അറിയാം ഞങ്ങളുടെയൊക്കെ ജീവിതത്തില്, ഇന്ത്യയിലും ഇവിടെയും. ചില സിറ്റുവേഷൻ വരുമ്പോൾ ഒരു പാട്ടുള്ളൂ, ആരും സഹായം, എല്ലാവരും കണ്ടും കാണാതെയും പോകുന്നു. എന്നാൽ സ്വന്തം പറയാം, ഒന്ന് എഴുന്നേറ്റ്. There is a friend who sticks closer than a brother. അനർത്ഥ ദിവസങ്ങളിൽ നിനക്ക് കയറി പിടിക്കാൻ ഒരു സഹോദരനുണ്ട്, നിന്റെ കൂട്ടവകാശിയായ കർത്താവ്. അവൻ ഇരിക്കുന്നിടത്ത് നിന്നെയും ഇരുത്തുവാൻ, വിശുദ്ധിയിൽ ജീവിപ്പാൻ അവൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. പർവ്വത പ്രസംഗത്തിന്റെ അവസാനം പറയും, be ye perfect as your heavenly Father is perfect. അവൻ വിശുദ്ധനായിരിക്കുന്ന പോലെ, പെർഫെക്റ്റ് ആയിരിക്കുന്ന പോലെ നമ്മൾ പെർഫെക്റ്റ് ആകാൻ അവൻ ആഗ്രഹിക്കാനും അവനോടുകൂടെ കൂട്ടവകാശിയായ നാം. നമ്മുടെ പാപത്തെ അവന്റെ ശരീരത്തിൽ വഹിച്ചു. ക്രൂശിൽ കയറി പീലാത്തോസോ റോമൻ ഗവൺമെന്റോ അവനെ വിധിച്ചതല്ല, യേശു കയറിയതാ. എന്തിനാ? എന്നെ നിന്നെ സ്നേഹിതനാക്കുവാൻ. പക്ഷെ അവിടുന്ന് തുടങ്ങാമോ? നിത്യതയോളവും അവിടുന്ന് തുടങ്ങാമോ? നിത്യതയോളവും സത്യ കൂട്ടാളിയായി
ക്രിസ്തനല്ലാതെ ആരും ഈ ഭൂമിയിൽ നിത്യതയോളവും സത്യകൂട്ടാളിയായി ക്രിസ്തനല്ലാതെ ആരും ഈ ഭൂമിയിൽ മൃത്യുവിനാൽ മാറുമെത്ര മിത്രമായാലും മർത്യരല്ല മൃത്യുവിനാൽ മാറുമെത്ര മിത്രമായാലും മർത്യരല്ല മാറാത്ത സ്നേഹിതൻ മാനുവൽ തന്നിരു മാറിടം ചാരിടും ഞാനിനവും മാറിടമാകവേ മാറിടും നേരവും ചാരിട തന്നിരു മാറിടമാ ഖേദമെന്നാകിലും ബോധമെന്നാകിലും ഭേദമില്ലാത്തൊരു സ്നേഹിതനാണവൻ ഖേദമെന്നാകിലും ബോധമെന്നാകിലും ഭേദമില്ലാത്തൊരു സ്നേഹിതനാണവൻ വേദനയിൽ വേദനകൾ ഏതിനുമൊക്കെ എന്നറിഞ്ഞോ വേദനകൾ ഏതിനുമൊക്കെ എന്നറിഞ്ഞോ മാറാത്ത സ്നേഹിതൻ മാനുവൽ മാറിടം ചാരിടും ഞാൻ ദിനവും ഭാരങ്ങളേറുമേ ഭാരിൽ നാൾ തോറുമൻ ഭാരം ചുമന്നിടും കർത്തനാണേശുദാ ഭാരങ്ങളേറുമേ ഭാരിൽ നാൾ തോറുമൻ ഭാരം ചുമന്നിടും കർത്തനാണേശുദാ ആത്മപ്രിയൻ ഓ നല്ലിടയൻ ആർദ്രതയൻ പിന്തുടരും ഓ ആത്മപ്രിയൻ നല്ലിടയൻ ആർദ്രതയൻ പിന്തുടരും മാറാത്ത സ്നേഹിതൻ മാനുവൽ തൻ തിരു മാറിടം ചാരിടും ഞാനിലവും മാറിടമാകുമേ മാറിടും നേരവും ചാരിടം തൻ തിരു മാറിടമാ മാറാത്ത സ്നേഹിതൻ മാനുവൽ തൻ തിരു മാറിടം ചാരിടും ഞാനിലവും മാറാത്ത സ്നേഹിതൻ മാനുവൽ തൻ തിരു മാറിടം ചാരിടും ഞാൻ ദിനവും ഹല്ലേലൂയ 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 we praise you we praise you we praise you we thank you Lord we thank you Lord ഞങ്ങളുടെ സ്നേഹിതനായി സഹോദരനായി കൂടെ ഉള്ളതുകൊണ്ട് നന്ദി 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 പറയുന്നു നിത്യതയോളവും സത്യ കൂട്ടാളിയ ക്രിസ്തുനല്ലാതെ ഈ ഭൂമിയിൽ ആരുമില്ല. മൃത്യുവിനാൽ എത്ര മിത്രമായാലും നിത്യത വരെയും കൂടെ ഇരിക്കും. കൈ കയറി പിടിച്ചോ കേട്ടോ, കൈ കയറി പിടിച്ചോ. നിന്നെ കൈവിടത്തില്ല. സന്തോഷവേളയിലും സന്താപവേളയിലും
മോദമായാലും ദുഃഖമായി ഖേദമായാലും വിട്ടുപിരിയാത്തവൻ. എന്താ കാര്യം എന്നറിയാമോ? ജീവനെ തന്ന് സ്നേഹിതനാക്കിയതാ. ഒന്നിച്ച് പ്രാർത്ഥിക്കുക, ഒന്നിച്ച് കർത്താവിനെ സ്തുതിക്കുക, ആലോചന ഏറ്റെടുക്കുക, ദൂത് ഏറ്റെടുക്കുക. ഇന്ന് കാണുന്നവർ നാളെ മാറിപ്പോകും കേട്ടോ. പ്രാണവധയിലായ യേശു ഏറ്റവും സ്നേഹിക്കുന്നു പറഞ്ഞ യോഹന്നാൻ പോലും ഗതസമനയിൽ അവന് വേണ്ടി നിന്നില്ല. എന്നാൽ ഒരു ലേഖന ഒരു സുവിശേഷത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, പിതാവ് മറുപടി കൊടുത്തില്ലെങ്കിലും ദൂതനെ അയച്ചു അവനെ സ്വാതന്ത്ര്യപ്പെടുത്തി. പുറകോട്ട് തിരിഞ്ഞ് ചിന്തിക്കാമോ? പല വിഷയത്തിലും മറുപടി കിട്ടിയില്ലെങ്കിലും നിന്നെ സ്വാതന്ത്ര്യപ്പെടുത്തി നടത്തിയ ദിവസം ഓർക്കുന്നുണ്ടോ? എന്റെ ദൈവമേ എന്ന് വിളിച്ചപ്പോൾ ആരും കേൾക്കുന്നില്ല തോന്നിയാലും ഇന്നും നീ വിശ്വാസം നിന്നില്ലേ? നീ അറിയാ നിന്റെ അടുക്കിലേക്ക് ദൂതനെ അയച്ചവൻ. പുതിയ നിയമത്തിൽ വരുന്ന ദൂതനല്ല, മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തുവാ. നിത്യതയോളം മരണത്താൽ മർത്യർ മാറിപ്പോകുമ്പോൾ നിത്യതയോളം കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ a friend who sticks closer than a brother. പ്രാർത്ഥിക്കാം. ക്ഷീണിച്ചു പോകരുത്, ധൈര്യം കളയരുത്, കയറി പിടിച്ചോണം. അവനെ പോലെ വേറൊരു സ്നേഹിതനില്ല, നിന്നെ വഴിയിൽ വിട്ടുകളയുകയില്ല, നിത്യത വരെയും കൊണ്ടെത്തിക്കും. പാപ്പച്ചായൻ പ്രാർത്ഥിച്ചിട്ട്